ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം, ബ്രേക്ക്, കേബിളുകൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, ബ്രേക്ക് ലൈനർ തീർന്ന് നിൽക്കണേ. ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചേക്കണം കൊണ്ടാണ് ഇപ്പോൾ ബാക്ക് വീൽ ഇപ്പോൾ അഴിക്കാത്തത്. കാരണം അതിന് ശേഷം നമുക്കത് അഴിച്ചിട്ട് ബ്രേക്ക് ലൈനർ മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം, നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് അതാണ്. ബ്രേക്ക് ഫുള്ള് ആ ലൈനിലേക്ക് എത്തി. ബ്രേക്ക് ലൈനറും തീർന്നേക്കണം. ഓൾറെഡി ക്യാമും ജാമും. അപ്പോൾ ക്യാമ് തിരിച്ചു വരില്ല, കണ്ടോ. അതുകൊണ്ട് തിരിച്ച് മുന്നോട്ട് എടുക്കേണ്ട അവസ്ഥയാണ്. കാരണം ഞാൻ വളരെ ടൈറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ മാറണം. അതേപോലെ തന്നെ ക്യാമൊക്കെ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം. ബാക്കിലത്തെ ടയറൊക്കെ നല്ല ഫ്രഷ് ടയർ അടക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് പുതിയ എയർ ഫിൽറ്ററാണ്, പക്ഷേ കമ്പനി ഫിൽറ്ററൊന്നുമല്ല. നമുക്കിപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ പേപ്പർ ക്വാളിറ്റിയിലാണ് വേരിയേഷൻ തന്നെ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടി കയറുകയും ബ്ലോക്ക് ആവാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെടുത്ത് കളയണമാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം ഇതുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹെഡിനകത്ത് കാർബണിൻ്റെ അളവ് വളരെ കൂടുതൽ വരും. പിന്നെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. നോർമൽ നമുക്ക് 36 കിലോമീറ്ററിലാണ് സാധാരണ നമുക്ക് ഹെഡ് ക്ലീനിങ് വരാം. പക്ഷേ ഇത് ഈ ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് വളരെ വേഗത്തിൽ കയറുകയാണ്. അപ്പോൾ മാറ്റിക്കളയുന്നതാണ് സേഫ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചൊക്കെ നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതേപോലെ എൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് ആ യൂണിറ്റൊക്കെ നോക്കുമ്പോഴും നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ഇത് ബെൻഡെക്സ് യൂണിറ്റാണ്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. ബെൻഡെക്സ് എന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടറുമേന്ന് ക്രാങ്കിനകത്തേക്ക്, അത് മെയിൻ സെൽഫ് മോട്ടറുമേന്ന് എഞ്ചിനുമേക്ക് ബന്ധം വന്ന ഒരു യൂണിറ്റാണത്. വർക്കിംഗ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ ആയാലും ബെൽറ്റ് നോക്കുമ്പോൾ പുതിയ ബെൽറ്റാണ്. പക്ഷേ ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റൊന്നുമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാർട്സുകളെല്ലാം തന്നെ ഇതിപ്പോൾ യൂസ് ചെയ്ത പാർട്സുകളെല്ലാം തന്നെ ഈ ലോക്കൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബെൽറ്റൊന്നും മാറാൻ നിൽക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് നമുക്ക് ഡാമേജ് കംപ്ലൈൻറ്റ് എന്തെങ്കിലും വന്നിട്ടൊക്കെ ചെയ്താൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടലൊന്നും ഇപ്പോൾ നിലവിൽ പ്രോബ്ലം ഒന്നുമില്ല. പുതിയ ബെൽറ്റാണ്. എയർ ഫിൽറ്റർ ആയാലും പുതിയതാണ്. എയർ ഫിൽറ്റർ നമ്മൾ മാറ്റാൻ പറഞ്ഞതിൻ്റെ സജഷൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ചിലവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റൊക്കെയാണിത്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ കാണുന്ന തുരുമ്പാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ഈ CVT ക്ലച്ചിൻ്റെ പ്രത്യേകിച്ച് ഓരോ മിനിമം അതിൻ്റെ ഒരു കാലാവധി ആകുമ്പോഴത്തേക്ക്, അതായത് ഒരു 6 മാസത്തിലൊരിക്കൽ തന്നെയും ക്ലച്ചൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യും, ഗ്രീസിങ് നടത്തി പോവുകയും ചെയ്യണം. സാധാരണ നമ്മൾ 3000 കിലോമീറ്ററാണ് പറയാം. അപ്പോൾ 3000 കിലോമീറ്റർ ബേസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെക്ക് ചെയ്ത് പോകണം നല്ലതാണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ പോർഷനാണത്. അപ്പോൾ ഹെഡിൻ്റെ സൈഡിലൊക്കെ ഗ്യാസ്കറ്റ് കംപ്ലൈൻറ്റ് വന്നിട്ട് ലീക്ക് വന്നിട്ടുണ്ട്. അത് ആ ഓയിൽ താഴേക്ക് ചാടി വരുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ അറിയാം, ഈ സൈഡിലൊക്കെ ഓയിൽ ലീക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഓയിൽ ചാടിയാനാണത്. അപ്പോൾ അത് ആ ഗ്യാസ്കറ്റിൻ്റെയാണ്. അതൊന്ന് കൈയോടെ മാറ്റിയിടാം. അതേപോലെ തന്നെ ആ ബോൾട്ടും 2 മൗണ്ട് റബ്ബറുണ്ട്, അതും ഒന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ എനിക്ക് തോന്നുന്നു ചോക്ക് കേബിൾ നമ്മൾ ചോക്ക് ഉപയോഗിക്കൽ കുറവാണെന്ന് തോന്നുന്നു. കാരണം ചോക്ക് കേബിൾ ഫുൾ ടൈറ്റായിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു ചോക്ക് ഒരല്പം ഓപ്പണായിട്ട് അവിടെ നിൽക്കണം, കേബിൾ ഔട്ടർ വലിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചോക്ക് കേബിൾ മാറ്റിയിടാം. അതേപോലെ തന്നെ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോക്ക് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മുടെ ബാറ്ററിക്കും ലൈഫ് കൂടുതൽ കിട്ടും. അതായത് ആ ചോക്ക് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞ് സ്റ്റാർട്ടായി കഴിയുമ്പോൾ ചോക്ക് ഓഫ് ചെയ്യും. അപ്പോൾ നമുക്കത് വർക്കിംഗ് ചെയ്യുകയും ചെയ്യും, പ്രവർത്തനം നടക്കുകയും ചെയ്യും. ഈ പറഞ്ഞ രീതിയിലുള്ള ബാറ്ററിക്കും അത് ബെനിഫിറ്റാണ്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റ് നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് ഈ മോഡൽ വണ്ടിയിൽ വരാം. അപ്പോൾ അതിൻ്റെ ഇവിടെ ഓരോ ബുഷുകളാണ്, ലിങ്കിൻ്റെ ബുഷുകളാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ ഭാഗമൊക്കെ കണ്ടോ, ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ ബുഷ് ഫുള്ള് പോയി കിടക്കാണ്. അപ്പോൾ അത് നമുക്ക് ആ ബുഷും മാറണം. ഈ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ബുഷ് ഇതൊക്കെ ഫുള്ള് ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഫ്രണ്ടിൽ നിന്ന് അത്ര സൗണ്ട് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ലിങ്ക് ബുഷും ചേഞ്ച് ചെയ്ത് ആ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ബുഷുകളും മാറ്റിയിട്ട് ഞാൻ ആ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നുള്ളത് ബ്രേക്കിൻ്റെ കേബിളാണ്. ബ്രേക്ക് കേബിളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഔട്ടർ വലിഞ്ഞ് ഫുള്ള് ടൈറ്റായിട്ട് നിൽക്കാം. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു സ്ലീവ് പോയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിന്ന് ഓൾറെഡി, അതല്ലെങ്കിൽ ഏകദേശം ഒരു അത്യാവശ്യം നമുക്ക് 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്കൊക്കെ സാധാരണ രീതിയിൽ കേബിളുകൾക്ക് ഡാമേജ് വരാറുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ടൈറ്റാണ്. അതേപോലെ തന്നെ സ്പീഡോമീറ്ററും മീറ്ററിൻ്റെ കേബിളായാലും ഇപ്പോൾ ടൈറ്റ് കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് കാര്യം തിരിയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വീല് കറങ്ങുന്നതിൻ്റെ അനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ സൗണ്ട് വന്നു തുടങ്ങി. അത് ആ കേബിൾ ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുമല്ല അത് കേബിൾ പൊട്ടിപ്പോവും. അതല്ലെങ്കിൽ മീറ്ററിനകത്ത് അതിൻ്റെ ആ തിരിഞ്ഞ ഭാഗം വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കൈയോടെ അത് മാറ്റിയിടുകയാണെങ്കിൽ പിന്നീട് വരാൻ പോകുന്നൊരു ചിലവ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്.
ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതിന് ഇരിക്കുന്നത് എസ്ട്രോണിക്കിൻ്റെ ബാറ്ററിയാണെന്ന് തോന്നുന്നത്, ബ്ലൂ കളർ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോൾട്ട് നമുക്ക് 12.31 ആ റേഞ്ചിലൊക്കെ വന്നെ. ഒരല്പം വോൾട്ട് വേരിയേഷൻ ഉണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് ബാറ്ററി കാണിക്കുക, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക. പക്ഷേ എങ്കിൽ കൂടി സെൽഫൊക്കെ നമുക്ക് വർക്കിംഗ് ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിലവിലിപ്പോൾ ഇതേ സ്ഥിതി തന്നെ തുടരാം. അതായത് സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്ന സമയത്ത് ഓൾറെഡി മനസ്സിലാക്കുക ബാറ്ററിയുടെ ആണെന്നുള്ളത്. നമുക്ക് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വോൾട്ട് കിട്ടിയാൽ മതി. പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററിയുടെ ആംബിയർ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് വർക്ക് ചെയ്യുക. അപ്പോൾ വലിയ താമസമില്ലാതെ കൊണ്ട് നമുക്ക് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കും കേട്ടോ. അപ്പോൾ നിലവിൽ കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് അത് മാറ്റിയാലും മതി. പിന്നെ നമ്മൾ എൻജിൻ്റെ ഈ ഭാഗത്തേക്കുള്ള ഈ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതുമേ ഈ കിടക്കുന്ന പ്ലഗ് ശരിക്കും ഈ മോഡൽ വണ്ടിക്ക് വന്നതല്ല. കാരണം ഇത് നമുക്ക് പഴയ മോഡൽ ബൈക്കുകൾക്കൊക്കെ വന്ന മോഡലാണ്. നമുക്ക് ആക്റ്റീവ ഡിയോ മോഡൽ വരുമ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ പ്ലഗ് വരാം. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇടയ്ക്കുള്ള ത്രെഡിൻ്റെ വേരിയേഷൻസ് വരാം. ഇതാണ് നമ്മുടെ വണ്ടിയുമ്പോൾ കിടന്നിരുന്നത്. പുതിയ പ്ലഗ്ഗാണ്, പക്ഷേ ഈ വണ്ടിക്ക് ഉപയോഗിക്കേണ്ട പ്ലഗ് അല്ല. ഇത്രയും ലെങ്ത് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പുതിയ പ്ലഗ് ഒന്ന് മാറ്റിയിട്ട് നോക്കാം. കാരണം ഇത് കറക്റ്റായിട്ടുള്ള പ്ലഗ് കിടന്നിരിക്കുക എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ എത്രയും ഉള്ളിലേക്ക് കയറിയിട്ടായിരിക്കും അതിൻ്റെ ഫയറിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും നമുക്ക് മറ്റേ പെട്രോൾ ലോസ് ഉണ്ട്. കാരണം കറക്റ്റായിട്ട് ബേൺ ചെയ്യില്ല അതിൻ്റെ ഉള്ളിൽ. ഇതിനിപ്പോൾ ഇത് ഇട്ട് നോക്കാം. നമ്മുടെ കമ്പനി മോഡൽ നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ പ്ലഗ് നമുക്ക് ഇട്ട് നോക്കാം. പക്ഷേ ഇത്രയും പ്ലഗ് ഉള്ളിലേക്ക് കയറിയിരിക്കണതുകൊണ്ട് ഈ ബാലൻസ് ഉള്ള ത്രെഡിനകത്ത് ഒരു പക്ഷേ കരി വന്ന് അത് ബ്ലോക്ക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ടൈറ്റ് ഇല്ല, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലഗ് മാറ്റി പുതിയതിടുന്നതാണ് സേഫ് കേട്ടോ. കാരണം അതല്ലെങ്കിൽ പിന്നീട് നമുക്കതൊരു സാമ്പത്തിക ചിലവുണ്ടാക്കി തന്നെ ഒരു വർക്കാണത്. അപ്പോൾ അത് ഞാൻ ഈ എയർ ഫിൽറ്ററിൻ്റെയും പ്ലഗിൻ്റെ കേസ് പറഞ്ഞതിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഇത് രണ്ടും ഡയറക്റ്റ് നമുക്ക് പെട്ടെന്നല്ല, നമുക്ക് വലിയ ചിലവ് വരുത്തി വയ്ക്കുന്ന സാധനങ്ങളാണത്. പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു, നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പം നിലവിൽ ഇതൊക്കെയാണ് മെയിനുമായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ താക്കോൽ സെറ്റ് ഇടയ്ക്ക് ലൂസ് കോൺടാക്ട് കാണിക്കണം. അത് ഇടയ്ക്ക് വണ്ടി ഓഫായി പോകണ കംപ്ലൈൻറ്റ് ഉണ്ട്. അത് ഈ കീ സെറ്റിൻ്റെ ഉണ്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കാരണം എന്താ വെച്ചാൽ കീ സെറ്റ് നമുക്ക് അഴിച്ച് ക്ലീനിങ് നടക്കില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓടിക്കുമ്പോൾ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഞാൻ കംപ്ലൈൻറ്റ് അത്യാവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് സെറ്റപ്പ് അടി മാറ്റാനേ പറ്റുള്ളൂ. അതായത് ഈ യൂണിറ്റും അതേപോലെ തന്നെ സീറ്റിൻ്റെയും കൂടിയിട്ടുള്ള ഒരു കിറ്റായിട്ടാണ് വരാം. ഏകദേശം ഒരു 700 രൂപ അടുത്തെന്തോ അതിൻ്റെ കോസ്റ്റ് വരാം. അപ്പോൾ അത്രയായിട്ടാണ് നമുക്ക് ചെയ്യേണ്ട വർക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന് നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്കൊന്ന് മാറ്റാനുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റി കളയാനാണ് നല്ലത്. നോക്കിയിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാതെ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചോക്കിൻ്റെ കേബിൾ ടൈറ്റ് ഉണ്ട്, അത് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ താഴേക്ക് ചടി പോകുന്നുണ്ട്. അപ്പോൾ അത് ആ ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ടർ ഓവറും മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. പിന്നെയുള്ളത് നമുക്ക് ഫ്രണ്ടിലത്തെ ഈ ബ്രേക്കിൻ്റെ കേബിളുകളാണ്. 2 ബ്രേക്കിൻ്റെ കേബിൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്പീഡോമീറ്റർ കേബിൾ ഇപ്പോൾ വർക്കിംഗ് ഉണ്ടെങ്കിലും ഓൾറെഡി സൗണ്ട് ഉണ്ട്. അപ്പോൾ പൊട്ടിപ്പോവാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ എസ്റ്റിമേറ്റിൽ അതും കൂടി പെടുത്താം. പിന്നെയെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റുകൾ, അതാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന പാർട്സുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ഒന്ന് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത് നോക്കുക, എസ്റ്റിമേറ്റായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.